ആവില്ല, കുറച്ചുകൂടി സ്ട്രോങ് ഉണ്ടാകുമ്പോൾ നല്ല കളറുണ്ടാവും. എന്നാൽ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം. സ്വഹാബത്തിന് അതിന്റെ ആകെ ബേജാറാകും. അത് കഴിഞ്ഞിട്ട് റസൂലുള്ള പറയാ, പിന്നെ 1000 കൊല്ലം 3000 കൊല്ലം ഇതങ്ങോട്ട് പാളി അങ്ങ് കത്തുമ്പോ നല്ലോണം ആഴത്തിലും നീളത്തിലും അത് ശരിക്ക് കത്തിപ്പാടുമ്പോ ആ നരകത്തിലെ തീ സുബ്ഹാനല്ലാഹ് 3000 കൊല്ലം കഴിയുമ്പോൾ കരിക്കട്ട പോലെ കറുത്തിരിക്കും. ഫഹിയ സൗദാഉ മുദ്ലിമ ലാ യുത്ഫഉ ലഹീബുഹ, കൂരിരുട്ടുള്ള കാളരാത്രിയെ പോലെ കറുത്തിരിക്കും. സുബ്ഹാനല്ലാഹ്, അതിന്റെ തീജ്വാലകൾ അണക്കപ്പെടുന്നില്ല. കെട്ട കരിക്കണലല്ല ചർച്ച, ഈ കത്തിപ്പൊങ്ങുന്ന തുള്ളിച്ചാടുന്ന തീജ്വാല തന്നെയാണ് ഈ പറഞ്ഞത്. കറുപ്പ് 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 കറുകറുന്നനെ കറുത്തിട്ട്. അപ്പൊ എത്ര ഉണ്ടാകും ആ തീയിന്റെ ചൂട്? സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞപ്പോഴാണ് സദസ്സെന്നൊരു സഹാബി പൊട്ടി അങ്ങ് കരഞ്ഞത്. അതും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിർത്താം. സദസ്സെന്നൊരു സഹാബി പൊട്ടി അങ്ങ് കരഞ്ഞു. ഒരായത്തും കൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഹാദാ നുസുലുഹും യൗമദ്ദീൻ, മറന്നെങ്കിൽ ഓർമ്മിപ്പിക്കണം. പൊട്ടി അങ്ങ് കരഞ്ഞു. ഇദ്ദേഹം പിടുത്തം വിട്ട് കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. നബി തങ്ങൾ ഇയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. നസലൽ അമീൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, മനിൽ ബാക്കി ബൈന യദൈക യാ ഹബീബല്ലാഹ്, നബിയേ നിങ്ങളെ മുമ്പിലിരുന്ന് കരഞ്ഞ മനുഷ്യൻ എവിടെ? നബിയെ നിങ്ങളെ മുമ്പിൽ നിന്ന് ഇപ്പൊ കരഞ്ഞ മനുഷ്യൻ. അപ്പോഴേക്ക് അവിടെ മെസ്സേജ് കിട്ടി, ഇങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ ഇവിടെ കരഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന് ഒരു വാർത്ത കൊണ്ടുപോയി കൊടുക്കണം. ആ മനുഷ്യൻ എവിടെ? ഒന്ന് കാണിച്ചു തരുമോ? നബി തങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതാ നല്ല മനുഷ്യനാണ്, അയാൾ വളരെ കറക്റ്റാണ്. നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം. അവിടുന്ന് പറഞ്ഞു വേണ്ട, നിർത്തിയേക്ക്. നബി അതൊന്നും പറയണ്ട, അയാൾ ചെയ്ത നന്മകളും അതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. ഇയാളാണോ നരകത്തെ പേടിച്ച് കരഞ്ഞത്? നരകത്തെ പേടിച്ച് കരഞ്ഞത് മനുഷ്യനാണെങ്കിൽ ഇനി ബാക്കിയുള്ള കാര്യമൊന്നും ചിന്തിക്കണ്ട, ഇയാൾ സലാമത്തായിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തെ നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളൊരു ഓഫർ നൽകിയേക്കുക. ഇത് ഇദ്ദേഹത്തിനുള്ള സ്പെഷ്യൽ ഓഫർ. ഇനി നിങ്ങളെ കൂട്ടുകാർക്ക് എന്നെ ഓർത്ത് എന്നെ ഭയന്ന് ഏതെങ്കിലും ഒരു അടിമയുടെ കണ്ണ് ഒലിക്കുകയാണെങ്കിൽ അവന് ഞാൻ സ്വർഗത്തിൽ അവന്റെ കണ്ണിന് കൂടുതൽ ചിരിക്കാനും എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ ഞാൻ അവസരം നൽകും എന്ന് പറഞ്ഞേക്കുക. നോക്കുങ്ങൾ, ഇന്ന് ഈ സംഭവം ഇവിടെ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ കരഞ്ഞു. ഒരുപാട് ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു, രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മുടെ കണ്ണുനീർ സ്വീകരിക്കട്ടെ. കരഞ്ഞാൽ മംബകാമിൻ ഖശിയത്തില്ല ഫലൻ യലിജന്നാർ, കരഞ്ഞു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ കടക്കൂല. കരയുക, എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം ശുദ്ധാക്കുക, എന്നാൽ നരകത്തിൽ കടക്കൂല, ഉറപ്പാണ്. നിബിതങ്ങൾ പറഞ്ഞു ഫലൻ യലിജന്നാർ, അവൻ നരകത്തിൽ കടക്കൂല ഹത്താ യഊദൽ ലബനു ഫിൽ ദിറ, കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ. നിബിതങ്ങളുടെ പ്രയോഗം നോക്ക്, കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ. കറന്നെടുത്ത പാല് പിന്നെ ഔട്ടിക്ക് പോകൂലല്ലോ, ജീവിയുടെ അകിട്ടിലേക്ക് തിരിച്ചു പോകൂല. അതൊരു സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്, മുഹാലാണ്. സാധാരണ സംഭവിക്കാൻ പാടില്ലാത്തൊരു ആദിയായ മുഹാലാണത്, സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കൂല. അതുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിലും കടക്കൂല. പക്ഷെ പിന്നെ അവൻ ശുദ്ധാകണം, മുതലക്കണ്ണീരാകാൻ പാടില്ല. ശരിക്ക് കണ്ണീരൊലിപ്പിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നന്നായി ജീവിക്കണം. ഇന്ന് മുതൽ എൻ്റെ ചെറുപ്പക്കാർ നന്നാകാൻ നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, സുഹൃത്തേ, അള്ളാഹു നിന്റെ നരകത്തെ തൊട്ട് സലാമത്താക്കിയിരിക്കുന്നു. ഇയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഉടനെ തന്നെ സന്തോഷം കൊണ്ട് അയാൾ ഉടനെ തന്നെ ആ നിമിഷം അദ്ദേഹം ലോകത്തോട് വിട പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് സ്വർഗം ഓഫർ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഒച്ചപ്പാടുണ്ടാക്കി. നബി പറഞ്ഞു, അദ്ദേഹം നരകത്തെ തൊട്ട് കരഞ്ഞു, നരകത്തെ പേടിച്ച് കരഞ്ഞു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളും കരഞ്ഞോ, കരഞ്ഞെങ്കിൽ നിങ്ങൾക്കും സലാമത്തുണ്ട്. അങ്ങനെ ആ നബിതങ്ങൾ പിന്നീട് നരകവും സ്വർഗവും ഒക്കെ പറഞ്ഞു ഖുർആനിന്റെ പൊള്ളുന്ന വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഫബിഹാദൽ ഹദീസ്, നിങ്ങൾ ഈ ഹദീസ് കൊണ്ടാണോ തഅജബൂൻ, ഈ വാർത്ത കേട്ടിട്ടാണോ? അഫ മിൻ ഹാദൽ ഹദീസ് തഅജബൂൻ വതളഹകൂൻ വലാ തബ്കൂൻ, ഇത്രയും പൊള്ളുന്ന വിവരങ്ങൾ കേട്ടിട്ടാണോ നിങ്ങൾ അത്ഭുത ചിത്തരാവുന്നത്, നിങ്ങൾ കൊക്കി ചിരിക്കുന്നത്, നിങ്ങൾ എന്തേ പൊട്ടി കരയാത്തത്? ഖുർആനിലൊരായത്താണ്, അത് റസൂലുള്ളാഹി അങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ സദസ്സ് മൊത്തം അങ്ങ് കരഞ്ഞു.
നബി പറഞ്ഞു, സഹാബ രക്ഷപ്പെട്ടു, നിങ്ങളൊക്കെ കരഞ്ഞല്ലോ, നമ്മൾ സലാമത്തായി സഹാബ. അതുപോലെ ഇന്ന് ഈ സദസ്സിൽ കരയാത്തവർ, ഒരൊറ്റ കണ്ണുനീരെങ്കിലും പൊട്ടാത്തവർ കുറവാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി ജീവിതത്തിൽ ഒരു തിരുത്തു പ്രഖ്യാപിച്ച് ജീവിത വിശുദ്ധി ഉറപ്പാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഒന്ന് വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് നന്നാവാൻ വേണ്ടി ശ്രമിക്കുക. ഹാദാ നുസുലുഹും യൗമദ്ദീൻ, ഹാദാ നുസുലുഹും യൗമദ്ദീൻ. ഇത്രയൊക്കെ പറഞ്ഞിട്ട്, നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ അദാബൊക്കെ പറഞ്ഞിട്ട്, പോത്ത് കുടിക്കും പോലെ ഈ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാൻ, ഹാദാ നുസുലുഹും യൗമദ്ദീൻ, ഇത് ഇവരുടെ പ്രഥമ സൽക്കാരാണ് കേട്ടോ. നോക്ക്, പ്രഥമ സൽക്കാരേ അല്ലാഹ് പറയാ, ഇത് നരകത്തേക്ക് വരുമ്പോ ആദ്യമായിട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. ഇനിയൊക്കെ കനമുള്ളതൊക്കെ പിന്നെ വരാണ്ട്. എങ്ങനെയുണ്ട്? പ്രഥമ സൽക്കാരം കേട്ടിട്ടാണ് നമുക്ക് സഹിക്കാൻ കഴിയാത്തത്. ഇനി കനമുള്ളത് വരാണ്ട് എന്ന് പറഞ്ഞാൽ, വിരുന്നുകാരൻ കയറി വരുമ്പോ നമ്മളൊരു വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ ഒരു ചായ, ഒരു ലഘു കടി ഒക്കെ കൊടുക്കും. അതേ പരിപാടിയാണ് ഇത്. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ആയിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. ഇനിയൊക്കെ വലിയതൊക്കെ വരാനുണ്ട്. ഹാദാ നുസുലുഹും യൗമദ്ദീൻ, ഇത് പ്രതിഫല നാളിൽ അവർക്ക് കൊടുക്കാനുള്ള പ്രഥമ സൽക്കാരമാണ്. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഇവിടെ മഹാനായ അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ഇദാ കാന നുസുലഹും, ഇതിവരുടെ പ്രഥമ സൽക്കാരമാണെങ്കിൽ, വഹുവ മാ യുഅദ്ദു ലിന്നാസിരി മിമ്മാ ഹദർ, വിരുന്നുകാരൻ വരുമ്പോൾ എന്താണോ വീട്ടിലുള്ളത് അതാണ് എടുത്തു കൊടുക്കുക. അതാണ് ഈ പ്രഥമ സൽക്കാരം. മുന്നറിയിപ്പില്ലാതെ കയറി വന്ന വിരുന്നുകാരന് വീട്ടിലുള്ളത് കൊടുക്കുക. പിന്നെ ഒരുക്കി തയ്യാറാക്കി ക്ഷേമമായ സദ്യ പിന്നെ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ പ്രഥമ സൽക്കാരം ഇതാണെങ്കിൽ അബൂ സഊദ് ചോദിക്കുക, ഫമാ ലന്നുക ബിമാ ലഹും ബഅദ മസ്തഖറ ലഹുമുൽ ഖറാർ വതുമഅന്നതു ബിഹിമു താറു ഫിന്നാർ വഫീഹി മിനത് തഹക്കുമി ബിഹിം മാ ലാ യഖ്ഫാ. സുബ്ഹാനല്ലാഹ്. ഇതാണ് നരകത്തിലെ സ്ഥിതിയെങ്കിൽ, പ്രഥമ സൽക്കാരെങ്കിൽ, അവരവിടെ താമസം ഉറപ്പിച്ചതിന്റെ ശേഷം, വീടൊക്കെ ഉറപ്പിച്ചതിന്റെ ശേഷം, അവിടെ പിന്നെ അവർക്ക് കിട്ടുന്ന ക്ഷേമമായ സദ്യയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ എന്താ കരുതുന്നത്? അത് എത്ര കടുപ്പുണ്ടാകും? പടച്ചോനെ, ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം വസദഖ വസദ്ദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.